ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 20-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മുടെ അപ്പന്മാരെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ അപ്പന്മാർ അത് സ്വീകരിച്ചിട്ടുണ്ടെന്ന്, അത് ഇന്നലെ തൊട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നാണെങ്കിലും ആ വീഡിയോ എടുത്ത് അപ്പന്മാരെ അത് കേൾപ്പിക്കണം. നിങ്ങൾ പരസ്പരം അപ്പന്മാർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് താല്പര്യമുള്ള, ഇതിനെ ഗൗരവത്തോടെ എടുക്കുന്ന അപ്പന്മാരുണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. കാരണം ചില കാര്യങ്ങൾ നമ്മളൊരു 10-15 ദിവസം ചെയ്താൽ ശീലമായിക്കോളും. ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ നമുക്ക് പല കാര്യങ്ങളിലും. പ്രത്യേകിച്ച് ഈ കുരിശുവരെയും ബൈബിൾ വായനയൊക്കെ തുടങ്ങുമ്പോഴേ ഉള്ളൂ ബുദ്ധിമുട്ട്. ഇപ്പം എനിക്കറിയാം, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന പള്ളി തകഴി, കുട്ടനാട്ടിലുള്ള തകഴി തെന്നടി സെയിൻറ്റ് റീത്ത പള്ളിയാണ്. റീത്ത പുണ്യയുടെ പേരിലുള്ള പള്ളിയാണ്. തൊട്ട് മുമ്പിരുന്നത് കോട്ടയത്ത് വടവാതൂർ സെൻറ്റ് തോമസ് ഇടവകയാണ്. ഈ 2 ഇടവകയിലും നടന്ന ഒരു നല്ല കാര്യം പറയാം. ഈ കാർന്നോമാർ ഞായറാഴ്ച 1-ാം കുർബാനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് അൾത്താര ശുശ്രൂഷകരായിട്ട് അവരൊരു ഗണം, ഒരു 10-15 പേര്, അവർ പരിശീലനമൊക്കെ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഒക്കെ ചൊല്ലി പഠിപ്പിച്ച് അവർ കാറസുസായൊക്കെ ചൊല്ലി അവരൊരുങ്ങി. അപ്പോൾ ഒരുങ്ങി ഏത് ഘട്ടം വരെ എത്തിയെന്നറിയാമോ? അവസാനം അവരുടെ അളവിൽ കൊത്തീന തയ്പ്പിച്ച് അരക്കെട്ട് കെട്ടി അവർ നല്ല ഭംഗിയായിട്ട് അൾത്താരെ കയറുന്ന കാഴ്ച ഈ 2 പള്ളിയിലും ഞാൻ കണ്ടതാണ്. അത് വലിയ നന്മയാണത്. കാരണം അപ്പന്മാർ അങ്ങനെ കയറി നിൽക്കുമ്പോൾ അവരത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാവുകയാണ് വേണ്ടത്. എൻ്റെ അപ്പൻ കയറി നിൽക്കുന്ന സ്ഥലമാണ് അൾത്താര. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് തോന്നും, എന്നാൽ പിന്നെ എനിക്ക് കയറുന്ന ഞാൻ എന്തിനാണ് മാറി കിടക്കുന്നത്, എന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നും, എൻ്റെ അപ്പൻ അൾത്താര ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്കെന്താ മടി, എനിക്കെന്താ നാണിക്കുന്നത്, ഞാനും കയറും. അപ്പന്മാർക്ക് അങ്ങനെ ഗുണമുണ്ട്. അപ്പന്മാരൊരു കാര്യത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്താൽ പിന്നെ അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ അപ്പന്മാർക്ക് ആ സ്കില്ലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, ഒന്ന് ചെയ്ത് നോക്ക്, ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്തോത്രക്കാഴ്ച കൊടുക്കുന്ന രീതിയൊക്കെ, അതൊക്കെ എന്ത് സോളമായിട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാവോ? ഞായറാഴ്ച രാവിലെ വീട്ടുകാർ ഒരുമിച്ച് കുർബാനയ്ക്ക് പള്ളിയിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ അപ്പൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൻ്റെ കീശയും തൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് കാശുമായിട്ട് 10 രൂപ നോട്ട് മതിയെന്നേ, എല്ലാവരും കൊടുക്കാൻ 10 രൂപ നോട്ട് മതി, ഉള്ളത് മതി. പക്ഷെ എന്നാലും എല്ലാവരുടെ കയ്യിലോട്ട് അത് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ആ സ്വീകരിക്കുന്ന പിള്ളേർക്ക് കിട്ടുന്നൊരു ശീലമുണ്ട്. പിന്നെ ആ പണം അവർ കൊണ്ട് പ്രാർത്ഥനയോടെ നിക്ഷേപിക്കുന്നു, അത് കുടുംബത്തിന് അനുഗ്രഹമാകുന്നു. ഇനി ഈ കുഞ്ഞുങ്ങൾ ഇത് ശീലിക്കും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കും. അത്തരം ചില രീതികളൊക്കെ നല്ലതാണ്. എല്ലാം കൂടെ കൊണ്ട് കളഞ്ഞു കുളിക്കരുത്. നമുക്ക് അത്തരം നന്മകളൊക്കെ കൈമോശം വന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ അത്രയും ഗൗരവത്തോടെ പറഞ്ഞത്. ഇന്നലെ അപ്പന്മാരെക്കുറിച്ച് അത്രയും പറഞ്ഞപ്പം അമ്മമാർ സന്തോഷിച്ചിരിക്കുകയായിരിക്കും. നന്നായി, കുറച്ച് അപ്പന്മാർ കേൾക്കണമായിരുന്നു, ഇരിക്കട്ടെ, അവർക്ക് അത്രയും പറഞ്ഞ് നന്നായി എന്ന് വിചാരിച്ചിട്ട് അമ്മമാർ സന്തോഷിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ ബോധപൂർവം അമ്മമാരോടാണ് സംസാരിക്കുന്നത്. ഒരു ബാലൻസ് വേണം, ജെൻഡർ ഇക്വാലിറ്റി വേണമല്ലോ, അല്ലെങ്കിൽ അത് പിന്നെ അടുത്ത ആരോപണമായിട്ട് മാറത്തില്ലേ. അപ്പന്മാരെ മാത്രം പറഞ്ഞു, അമ്മമാരെക്കുറിച്ച് പറഞ്ഞില്ല. ഇന്ന് അമ്മമാരെക്കുറിച്ചാണ്. അതിന് മുമ്പ് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇപ്പോഴേ തരികയാണ്. ഇന്ന് കുറച്ച് ഹോംവർക്ക് കാണാൻ സാധ്യതയുണ്ട്, എന്നാലും നേരത്തെ പോലെ തന്നെയായിരിക്കും. ഹോംവർക്ക് കൂടുതലുള്ള ദിവസമാകാൻ സാധ്യതയുണ്ട്. നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എത്ര വാക്യങ്ങൾ സംസാരിച്ചു? ഇപ്പോൾ പെട്ടെന്നുള്ള ഹോംവർക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോണ്ടസ്റ്റാണ്. പെട്ടെന്ന് ഉത്തരം പറയാം, വീട്ടകങ്ങളിൽ ഉത്തരം പറയാം, സമ്മാനം കൊടുക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ എത്ര വാക്യങ്ങൾ സംസാരിച്ചു? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് 7 വാക്യങ്ങൾ സംസാരിച്ചു. അതാണ് തിരുവാക്യങ്ങൾ. എന്തുകൊണ്ട് 7? അത് ബോധപൂർവമാണ്. 7 ബൈബിളിൽ പൂർണ്ണതയുടെ സൂചനയാണ്. 7 ബൈബിളിൽ പൂർണ്ണതയുടെ സംഖ്യയാണ് 7. പലയിടങ്ങളിലും ആ 7 ഉപയോഗിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ തന്നെ ആ 7 വന്നിട്ടുണ്ട്. അപ്പോൾ 7 പൂർണ്ണതയുടെ സംഖ്യ. അവൻ 7 വാക്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ പഠിപ്പീരിൻ്റെ പൂർണ്ണത അവൻ കുരിശിൽ തന്നു എന്നാണ്. അവൻ്റെ പ്രബോധനത്തിൻ്റെ പൂർണ്ണത അവൻ കുരിശിൽ കിടന്നുകൊണ്ട് തന്നു എന്നതാണ് 7 തിരുവാക്യങ്ങളുടെ അർത്ഥം. അതിൽ 2 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, പീഠാനുഭവ വെള്ളിയാഴ്ച നമ്മളൊക്കെ വളരെ ആഘോഷമായിട്ട് പീഠാനുഭവ വായനയുടെ സമയത്ത് കേൾക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഏൽ ഏൽ ലാമാ ശബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കർത്താവ് അവിടെ കിടന്ന് കരഞ്ഞു കൂവിയെന്നാണ്. കാരണം ആ വാക്യം അങ്ങനെ തോന്നുന്നത്. ശരിക്കും അങ്ങനെ അല്ല കേട്ടോ, ശരിക്കും അങ്ങനെയല്ല. അതും കൂടെ ഓർത്തിട്ട് വേണം ഈ വ്യാഖ്യാനം മനസ്സിലാക്കാൻ. ശരിക്കും അങ്ങനെയല്ല. ശരിക്കും ഇത്
22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്. നിങ്ങൾ സൗകര്യം പോലെ ബൈബിൾ എടുത്ത് നോക്കിയാൽ മതി. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, നീ എന്നെ കൈവിട്ട് കളഞ്ഞു. ഈ 22-ാം സങ്കീർത്തന തലക്കെട്ട് തന്നെ പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും എന്നാണ്. അതിൻ്റെ തുടങ്ങുമ്പോൾ സങ്കടപ്പെട്ട് തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഈ സങ്കീർത്തനം ചൊല്ലി ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ ഉണ്ടല്ലോ, ഇത് പ്രത്യാശയിലാണ് അവസാനിക്കുന്നത്. പോസിറ്റീവ് നോട്ടിൽ അവസാനിക്കുന്ന സങ്കീർത്തനമാണിത്. അപ്പോൾ സങ്കീർത്തനം 22 വായിക്കണം. ഇന്നത്തെ ഹോംവർക്കിൽ ഒന്ന് 22-ാം സങ്കീർത്തനം ഇന്ന് വായിക്കണം. ഇനി അപ്പോൾ എന്തിനാണ് ഈശോ 22-ാം സങ്കീർത്തനം അവിടെ കിടന്നുകൊണ്ട് ചൊല്ലിയത്? അതായത് അതിൻ്റെ അർത്ഥം, യഹൂദർക്കൊരു രീതിയുണ്ട്, ഒരു സങ്കീർത്തനം മുഴുവൻ ചെല്ലാൻ സമയവും സാവകാശവും ഇല്ലാത്ത നേരത്ത് അതിൻ്റെ 1-ാം വാക്യമെങ്കിലും ചെല്ലിയാൽ മതി, ആ സങ്കീർത്തനം മുഴുവൻ ചെല്ലിയതിന് തുല്യമാണ്. സങ്കീർത്തനം മുഴുവൻ ചെല്ലാൻ സമയവും സാഹചര്യവും ഇല്ലാത്ത നേരത്ത് അതിൻ്റെ 1-ാം വാക്യമെങ്കിലും ചെല്ലിയാൽ അത് മുഴുവൻ ചെല്ലിയത് കണക്കായി. അപ്പോൾ 22-ാം സങ്കീർത്തനം പ്രത്യാശയുടെ സങ്കീർത്തനമാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പരിത്യക്തൻ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചതാണത് 22-ാം സങ്കീർത്തനം. എന്നാലും അതിനകത്തൊരു രോദനമുണ്ട്, ഒരു സങ്കടമുണ്ട്. എന്നാലും എൻ്റെ അപ്പാ, എന്താ എന്നെ ഇങ്ങനെ കൈവിട്ട് കളഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട് അതിനകത്ത്. അതിനുശേഷം, ആ ചോദ്യത്തിന് ശേഷം ഈശോ അവൻ്റെ മുഴുവൻ സമർപ്പണവും നടത്തുന്ന ഒരു പറച്ചിലുണ്ട്. ഏത് പറച്ചിലാണ് അത്? പറഞ്ഞു വേഗം, നിങ്ങൾ വീടിനകത്ത് പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടെന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് ചോദിച്ചിട്ട് അതിനുശേഷം അവനവൻ്റെ മുഴുവൻ സമർപ്പണവും തിരിച്ചു നടത്തിയ ഒരു പറച്ചിൽ, 7 പറച്ചിലുകളിൽ ഒന്ന് ഏതാ അത്? പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതാണ്? അതാണ് നമ്മുടെ ചിന്ത. ഇത് ഈശോയെ ആര് പഠിപ്പിച്ചതെന്നറിയാവോ? ഇത് പരിശുദ്ധി അമ്മ പഠിപ്പിച്ചതാണ്. ഈ പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളത് പരിശുദ്ധി അമ്മ പഠിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് അച്ഛൻ എങ്ങനെ അറിയാം ഈ സെൻറ്റൻസ് ഈശോയെ പരിശുദ്ധി അമ്മ പഠിപ്പിച്ചതാണെന്ന് എങ്ങനെ അറിയാം? യഹൂദരുടെ രീതി അനുസരിച്ച് അമ്മമാർ കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന താരാട്ടുപാട്ടാണ് 31-ാം സങ്കീർത്തനം. 31-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യമാണ്, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ എന്താ അത്? ആ ഉണ്ണി മിശിഹായെ കൈകളിലെടുത്തിട്ട് അമ്മ മറിയം താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ടാകണം, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ കുരിശേറിയ നേരത്ത്, സങ്കടങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങിയ നേരത്ത്, ഉള്ളിൽ ഒരു രോദനത്തിൻ്റെ കടൽ ആർത്തിരമ്പിയ നേരത്ത് ഈശോ തമ്പുരാന് തുണയായത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നെ കേൾക്കുന്ന കാരുണ്യ വഴി കൂടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മമാരെ, ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുരിശേറുന്ന കാലത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാൽവരി സംഭവിക്കുന്ന ഒരു കാലത്ത്, അവർ നേടിയെടുത്ത, നിങ്ങൾ കൈമാറിക്കൊടുത്ത സ്വത്തോ, അവരുടെ പേരും പെരുമയുമോ, അവരുടെ വിദ്യാഭ്യാസമോ അവർക്ക് തുണയ്ക്കെത്താതെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 ആണുകളിൽ തൂങ്ങിക്കിടക്കുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകുന്ന കാലത്ത് അവർക്ക് തുണയ്ക്കെത്താൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ? മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മമാരുടെ ചോദ്യം, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള അമ്മമാരെ, കുഞ്ഞുങ്ങൾക്ക് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കണം. അവരെ അടുത്ത് വിളിച്ചിരുത്തി കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഈ സമീപകാലത്ത്, ഈ നോമ്പിന് തൊട്ട് മുമ്പ് ഏറ്റവും അവസാനം പോയത് അബുദാബിയിലേക്കാണ് ധ്യാനിപ്പിക്കാൻ പോയത്. എനിക്ക് ശരിക്കും വലിയ ദൈവാനുഗ്രഹം ഞാനും ആ ധ്യാനത്തിൽ പങ്കെടുത്തവരും അനുഭവിച്ച ഒരു ധ്യാനമായിരുന്നു. അബുദാബി ദേശത്തെ 3 പള്ളികളിലായിട്ട്, അബുദാബി, അലൈൻ, ഒപ്പം മുസഫ, 3 പള്ളികളിലായിട്ട് നടത്തിയ ധ്യാനം. ശരിക്കും അത് ഞാൻ ഇങ്ങനെ പറയുന്നത് അത്രയും എനിക്ക് സാക്ഷ്യം അതിനകത്തുനിന്ന് എനിക്ക് ദൈവാനുഭവം കിട്ടി. അവർക്ക് ഈ ദൈവാനുഭവം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും ഇത്തിരി പോകുന്ന കുറച്ച് അത്ഭുതങ്ങൾ നടത്തിയെന്ന ഒരു രോഗം മാറിയൊന്നും അല്ല, മറിച്ച് മാനസാന്തരം കണ്ട ഒരു ധ്യാനമായിപ്പോയി. ആ ധ്യാനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി ചില കാഴ്ചകൾ ഞാൻ പറയാം. ചില പൊടി പിള്ളേർ, കൊച്ചു പിള്ളേർ, 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സൊക്കെ പ്രായമുള്ള പിള്ളേർ, അതുങ്ങൾ വന്നിട്ട് ബൈബിള് പറയുന്നത് കേൾക്കണം. 50ഉം 100ഉം ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാട് അറിയാവുന്ന കൊച്ചു പിള്ളേർ
ഞാൻ അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. ഒരു പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടേ ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റി? നമ്മുടേത് പോലെ അത്രയും വലിയ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സൺഡേ സ്കൂളോ കുടുംബ കൂട്ടായ്മ സംവിധാനമോ ബാക്കി കുഞ്ഞുങ്ങൾക്കുള്ള ക്യാമ്പോ സെമിനാറോ ഒന്നും അതും കിട്ടാനില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളിങ്ങനെ? ഒരൊറ്റ ഉത്തരവേ ഉള്ളതിന്, ഒരമ്മ എടുക്കുന്ന എഫേർട്ടാണ്, ഒരപ്പൻ കാണിക്കുന്ന താല്പര്യമാണ്. ആ കുഞ്ഞുങ്ങൾ അവർക്ക് പണത്തിന് കുറവുണ്ടായിട്ടാണോ? പണത്തിൻ്റെ പേരിൽ നകളിക്കാനാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെ അഹങ്കരിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയില്ലേ അവർ ജീവിക്കുന്ന സ്ഥലത്ത്? എന്നിട്ടും ആ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനെ അറിഞ്ഞും പഠിച്ചും വളരുന്ന കണ്ട് അത്ഭുതം തോന്നിപ്പോയി. നമ്മൾ ഓർക്കരുത് ഇന്നെല്ലാവരും കർത്താവിനെ മറന്നിട്ട് നടക്കുന്നത്. നല്ല കേട്ടോ, നമ്മൾ കുറച്ച് പേർ അങ്ങനെയൊക്കെ നടക്കുന്നത് വിചാരിച്ചാൽ എല്ലാവരും അങ്ങനെ ജനറലൈസ് ചെയ്യുകയൊന്നും ചെയ്യരുത്. അല്ലാത്തവരും ഉണ്ട്. വളരെ ഗൗരവത്തോടെ ഈ യങ് പേരൻസ് കുറച്ച് പേരെ കാണുന്നുണ്ട് അത്തരം ആ ട്രെൻഡ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷം മാത്രമായ പുതിയ ദമ്പതികൾ ഒരു പ്രത്യേക ഗിഫ്റ്റ് കാണുന്നുണ്ട് അവരിൽ. അതായത് അവരുടെ കുഞ്ഞുങ്ങളെ കൃത്യമായ വേദപരിശീലനം കൊടുത്ത് ബൈബിള് പഠിപ്പിച്ച്, ബൈബിൾ സ്റ്റോറീസ് പഠിപ്പിച്ച്, ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിപ്പിച്ച് ഒക്കെ വളർത്താൻ താല്പര്യമെടുക്കുന്ന ചെറുപ്പക്കാരായ അമ്മമാരെ ഇന്ന് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. അപ്പന്മാരെയും നമുക്കും ആ താല്പര്യം എടുക്കണം. നമ്മുടെ ദേശത്താണ് ഇപ്പോൾ ഇതൊക്കെ കുറഞ്ഞു പോകുന്നത്. ഈ സാധാരണ പറയാറുണ്ട് ഇവിടുന്ന് പോയാൽ മനുഷ്യൻ നന്നാവും എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇവിടെയാണ് നമുക്കിതൊക്കെ പ്രശ്നം. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോട്ടെ. ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്ന മുതിർന്നവർ പറ, ഒരു 50 വയസ്സിന് മുകളിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു 5 ബൈബിൾ വാക്യം പുസ്തകവും അധ്യായവും വാക്യവും വെച്ച് കാണാപ്പാടം പറയാൻ ഇപ്പം പറയാൻ പറ്റുമോ? ഒരു 5 ബൈബിൾ വാക്യമേ 50 വയസ്സിന് മുകളിലൂടെ ചോദ്യം. 5 ബൈബിൾ വാക്യം പുസ്തകവും അധ്യായവും വാക്യവും വെച്ച് കാണാപ്പാടം പറയാൻ പറ്റുമോ? പറ്റുന്നില്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ചോദ്യം ശ്രദ്ധിച്ചേ, 10 വർഷം കൊണ്ടൊരു ബൈബിൾ വാക്യം പഠിച്ചാൽ മതിയായിരുന്നല്ലോ. 10 വർഷം കൊണ്ടേ ഒരു ബൈബിൾ വാക്യം പഠിച്ചാൽ മതിയായിരുന്നല്ലോ. 50 വയസ്സിൽ 5 ബൈബിൾ വാക്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഭക്തരാണ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള എഫേർട്ട് കുറവാണ്. കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് വളർത്താൻ വീട്ടകങ്ങളിൽ മാതാപിതാക്കൾ എഫേർട്ട് എടുക്കണം. ദയവ് ചെയ്ത് വിശ്വാസ പരിശീലനത്തെ, പ്രാർത്ഥനയെ പള്ളിക്കകത്ത് പൂട്ടിയിടരുത്. വിശ്വാസ പരിശീലനത്തെ, പ്രാർത്ഥനയെ, ദൈവാനുഭവത്തെ പള്ളിക്കകത്ത് പൂട്ടിയിട്ടാൽ എന്ത് പറ്റുമെന്നറിയാമോ? പള്ളി പൂട്ടിയിടുന്ന കാലം വരുമ്പോൾ വിശ്വാസം ഇല്ലാണ്ടായി പോകും. അതല്ലേ നമുക്ക് 2 വർഷം പറ്റിയേ? പള്ളി പൂട്ടിക്കിടന്നു, എല്ലാവരുടെയും വിശ്വാസം 4 പാടും ചെതറിപ്പോയി. എന്തേ? വീട്ടകങ്ങളിൽ വിശ്വാസത്തിൻ്റെ പാഠങ്ങളും പഠിപ്പീരുകളും പരിശീലനവും ഇല്ലാണ്ടായിപ്പോയി. വീട്ടകങ്ങളിൽ ഉണ്ടാകട്ടെ. അതിതുപോലെ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, നോമ്പ്, പുണ്യപ്രവർത്തികളുടെ പരിശീലനം, സുഹൃതജപം ചൊല്ലിക്കൊടുക്കുന്നത്, ഈ ബൈബിൾ വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് ഒക്കെയായിട്ട് വീട്ടകങ്ങളിൽ വിശ്വാസ പരിശീലനം നടക്കട്ടെ. ഇത് അച്ഛന്മാരുടെയോ കന്യാസ്ത്രീ അമ്മമാരുടെയോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെയോ പണിയായിട്ട് മാത്രം ചുരുക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കിടന്ന് പാടുപെട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഓർത്തേ, നിങ്ങൾ കൊടുക്കാവുന്നിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കൊടുക്കാവുന്നിടത്തോളം നല്ല വീട് പണിത് കൊടുത്തു, കാറ് വാങ്ങിച്ചു കൊടുത്തു, കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർട്ടി, സ്ഥലം എഴുതി കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടേ ഒരു ദിവസം വരും അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഉപകാരപ്പെടാത്ത ദിവസം. അന്ന് അവർ തിരിഞ്ഞു നോക്കി നിങ്ങളെ കുറ്റപ്പെടുത്തും. എൻ്റെ അപ്പനും അമ്മയും എനിക്കെല്ലാം തന്നു, പക്ഷെ ദൈവത്തെ മാത്രം തന്നില്ല എന്ന് പറഞ്ഞ് അതുങ്ങൾ കരയും. അതേസമയം എൻ്റെ പ്രിയമുള്ള അപ്പനമ്മമാരെ, മക്കളെ ഈശോയോട് ചേർന്ന് വളർത്തുന്ന അപ്പനമ്മമാരെ, നിങ്ങൾക്ക് ഒത്തിരി സ്വത്ത് കൊടുക്കാൻ പറ്റി കാണത്തില്ല, ഒത്തിരി ബാങ്ക് ബാലൻസ് കൊടുക്കാൻ പറ്റി കാണത്തില്ല, സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, വീട് ഒട്ടും പറ്റിയില്ല, കാറ് തീർത്തും പറ്റിയില്ല. സാരമില്ല, നിങ്ങൾ ഈശോയെ കൊടുത്തോ മതി. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഈശോയെ കൂട്ടുപിടിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം നേടിയെടുക്കും. അന്ന് ആ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കി നന്ദിയോടെ പറയും, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരുപാടൊന്നും തരാൻ പറ്റിയില്ല എനിക്ക്, പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഈശോയെ തന്നു, ആ ഈശോ എനിക്കെല്ലാം തന്നു എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, മക്കളെ ദേവാലയത്തോട് ചേർത്ത് വളർത്ത്, ബലിപീഠത്തോട് ചേർത്ത് വളർത്ത്. ഒരു സങ്കീർത്തന വാക്യമുണ്ട്, കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി, അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൻ്റെ ചാരത്തിട്ട് വളർത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തോട് ചേർത്ത് വളർത്തണേ. പള്ളിയിൽ പോകാൻ പറ്റും ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് പള്ളിയിൽ പോകണം, കുഞ്ഞുങ്ങളെ നോമ്പെടുപ്പിക്കണം,
ഭക്താഭ്യാസങ്ങൾ ശീലിപ്പിക്കണം. സുഹൃത് ജപങ്ങളൊക്കെ വംശനാശം വന്നുപോയി, നിന്ന് പോയി. സുഹൃദേപങ്ങളൊന്നും ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളെ സുഹൃദേപങ്ങൾ പഠിപ്പിക്കണം. ബൈബിൾ വാക്യങ്ങൾ ആഴ്ചയിലൊരു വാക്യം വെച്ച്, ഒരാഴ്ച ഒരു വാക്യം വെച്ച് പഠിപ്പിക്കാൻ മേലേ പിള്ളേരെ നമുക്ക് വിചാരിച്ചാൽ? അപ്പം അങ്ങനെ ഒരു വർഷം കൊണ്ട് പിള്ളേർ ആ 19 വാക്യം പഠിക്കത്തില്ലേ? എന്തുമാത്രം പഠിക്കുന്ന പിള്ളേർ അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? ഒരാഴ്ച ഒരു ബൈബിൾ വാക്യം വെച്ച്, ഞായറാഴ്ച ഒരു ബൈബിൾ വാക്യം പഠിച്ചാൽ അത് ശനിയാഴ്ച വരെ അത് പ്രാർത്ഥിച്ച് നടക്കണമെന്ന് പിള്ളേരെ പഠിപ്പിച്ചാൽ പിള്ളേർ പഠിക്കത്തില്ലേ? എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകണമെന്ന് പറഞ്ഞാൽ പിള്ളേർ ചെയ്യത്തില്ലേ? ചെയ്യും. നിങ്ങളൊന്ന് താല്പര്യമെടുക്കുന്നവർ കണ്ടാൽ മതി. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാരണം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ വരും. ഇതുപോലെ കുരിശനുഭവങ്ങൾ വരും, കാൽവരി കയറേണ്ട ദിവസങ്ങൾ വരും. അത്തരം ദിവസങ്ങളിൽ അവർക്ക് തുണയ്ക്കെത്തുക നിങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്ത ദൈവമല്ലാതെ മറ്റൊന്നുമാകില്ല. ഈശോയെ കൊടുക്കണേ. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അപ്പോൾ അമ്മമാർക്കുള്ള ജോലി, അമ്മമാർക്കുള്ള ഒരു ലൈഫ് ടൈം ഹോംവർക്ക്, ഒരു ഹോംവർക്ക് പറഞ്ഞത് 22-ാം സങ്കീർത്തനം വായിക്കണമെന്നാണ്. അമ്മമാർക്കുള്ള ലൈഫ് ടൈം ഹോംവർക്ക് തരികയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കെട്ടിച്ചു വിടാൻ പ്രായമാകുന്നത് വരെ, അതായത് നിങ്ങളുടെ കൈകളിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന കാലം വരെ, ആണായാലും പെണ്ണായാലും, എല്ലാ ഞായറാഴ്ചയും ഒരു ബൈബിൾ വാക്യം ആ കൊച്ചിന് കൊടുക്കണം. എല്ലാ ഞായറാഴ്ചയും ഒരു ബൈബിൾ വാക്യം കൊടുക്കണം. എന്നിട്ട് പറയണം, ആ ബൈബിൾ വാക്യം വെച്ച്, ഇന്നത്തെ കാലമല്ലേ മൊബൈലിൽ അയച്ചു കൊടുക്കുന്നേ കൊച്ചിന്, മൊബൈലിൽ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് കാട്ടിക്കൊടുക്കണം, ഇതാണ് നിനക്കുള്ള ബൈബിൾ വാക്യം കേട്ടോ. അത് 22 വയസ്സുകാരോട് പറഞ്ഞു കൊടുക്കണം. അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊച്ചനുസരിക്കുമെന്നേ, അമ്മയുടെ സ്നേഹം ചാലിച്ചു കൊടുക്കണം. അത് കൊച്ചു പയ്യനും 4-5 വയസ്സുള്ള കൊച്ചിനോട് തുടങ്ങണം, ഇത് ശീലിക്കണം. എല്ലാ ഞായറാഴ്ചയും ഒരു ബൈബിൾ വാക്യം, ഒരാഴ്ച ആ കൊച്ച ബൈബിൾ വാക്യം പഠിച്ച് നടക്കട്ടെ. നമുക്ക് ആ ബൈബിൾ വാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് തുണയ്ക്കെത്താൻ പോവാണ്. ദൈവാനുഭവം കൊടുക്കും അവർക്ക്. ആ ഹോംവർക്ക് ഗൗരവത്തോടെ സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിച്ച്, ഇത് നോമ്പ് കാലത്തേക്കുള്ളതല്ല, ആയുഷ്കാല ഹോംവർക്കാണ്, ലൈഫ് ടൈം ഹോംവർക്കാണ്. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ആരാധനയിൽ പ്രത്യേക നിയോഗം വയ്ക്കാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണമേ എന്ന് ദൈവത്തിന് മുമ്പാകെ നമുക്ക് നിലവിളിയോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. എല്ലാ അമ്മമാരും സങ്കീർത്തനം 22 വായിക്കുക. മക്കളുടെ വിവാഹം വരെ എല്ലാ ഞായറാഴ്ചയും അമ്മമാർ ഒരു ബൈബിൾ വാക്യം അവരെ പഠിപ്പിക്കുക. എൻ പേർക്കായി നീ ക്രൂശിതനാ, സ്നേഹവാനാം യേശുവേ. എൻ പേർക്കായി നീ ക്രൂശിതനായി, സ്നേഹവാനാം യേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ. ആരാധനേ ഉന്നതനേ, സ്തുതിക്ക് യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. യേശുവേ നീ മാത്രമേ.
ഈശോയെ, പരിശുദ്ധനായവനെ നിനക്ക് ആരാധന. കർത്താവേ, കാൽവരിയിലെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും രംഗങ്ങളെ തിരുമുമ്പാകെ ഞങ്ങൾ ധ്യാന വിഷയമാക്കി ഞങ്ങളെ തന്നെ തിരുത്തുന്ന ഈ കാരുണ്യവഴി ശുശ്രൂഷയുടെ 20-ാം നാൾ തിരുമുമ്പാകെ നിൻ്റെ ജനം പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് നീ മുഴക്കിയ സപ്തവാക്യങ്ങൾ, നിന്റെ പഠിപ്പീരിൻ്റെ പൂർണ്ണത പോലെ 7 തിരുവാക്യങ്ങൾ നീ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞല്ലോ. 22-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, പരിത്യക്തൻ്റെ വിലാപം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, നീ എന്നെ കൈവിട്ടു. പ്രത്യാശയുടെ സങ്കീർത്തനമായിരിക്കുമ്പോഴും പരിത്യക്തൻ്റെ രോദനം കണക്കെ നീ മുഴക്കിയ ആ വാക്യം, അതിന് തൊട്ടു പിന്നാലെ വലിയ സമർപ്പണത്തോടെ നീ ഉച്ചരിച്ച വാക്യം, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് നിന്റെ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. അത് 31-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ ഞങ്ങളറിയുന്നു, അമ്മ മറിയം നിന്നെ പാടിയുറക്കിയ താരാട്ടു പാട്ടാകണം അത്. ഈശോയെ, കുരിശേറുന്ന നേരത്ത്, കാൽവരിയുടെ പീഠാനുഭവത്തിൻ്റെ നേരത്ത് തുണയ്ക്കെത്തുക ബാല്യത്തിൻ്റെ സുഹൃതങ്ങളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. കുറ്റാക്കൂരിട്ട് മാത്രം കൺമുമ്പിൽ കാണുന്ന ആത്മാവ് ഇരുണ്ട രാത്രികളിലൂടെ കടന്നു പോകുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ, കർത്താവേ, നേടിയതൊന്നും ഞങ്ങൾക്ക് തുണയ്ക്കെത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തുണയാകുക ബാല്യത്തിൽ പഠിച്ച നന്മകളും പ്രാർത്ഥനകളും സുഹൃതങ്ങളുമാണെന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, ഇന്നത്തെ കാരുണ്യ വഴി ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിശ്വാസ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന എല്ലാ അമ്മമാരെയും തിരുസന്നിധിയിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ ആത്മശോധന ചെയ്യട്ടെ. ദൈവത്തെ കൊടുത്തോ? ഈശോ നിന്നെ കാണിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയോ എന്ന് ഞങ്ങൾ ആത്മശോധന ചെയ്യട്ടെ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ? വചനം പഠിപ്പിച്ചോ എന്ന് ഞങ്ങൾ സ്വയം ചോദിക്കട്ടെ. കർത്താവേ, വിശ്വാസ പരിശീലനത്തെ കുറച്ചുകൂടെ ഗൗരവമുള്ള ഉത്തരവാദിത്തമായി മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ ഏറ്റെടുക്കട്ടെ. ഈശോയെ, നിന്നോടുള്ള സ്നേഹത്തിൽ ഒരു തലമുറ വളർന്നു വരട്ടെ. അതിന് ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, മുൻകൈ എടുക്കട്ടെ. സുവിശേഷം അറിയുന്ന, വചനം പഠിക്കുന്ന, ഈശോയോടേറെ സ്നേഹമുള്ള ഒരു തലമുറ രൂപപ്പെടട്ടെ. ഏതു നിരാശയുടെ ഘട്ടത്തിലും, ഏതു കാൽവരിയിലും, ഏത് കുരിശേറുന്ന നേരത്തും പ്രതീക്ഷ കൈവിടാതെ, പ്രത്യാശ കൈവിട്ട് കളയാതെ, ഈശോ നിന്നിൽ ആശ്രയിക്കുവാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ളൊരു സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളുടെ അമ്മമാരെ നീ ഒരുക്കണമേ. കുടുംബങ്ങളിൽ നിന്ന് ഇനിയും പ്രാർത്ഥന ഉയരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും നല്ലത് കാതോരത്ത് പറഞ്ഞു കൊടുക്കാൻ കുടുംബങ്ങളിലെ അമ്മമാർക്ക് പ്രത്യേകം നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നീ നൽകണമേ. ദൈവജനമേ, ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്ന അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിശ്ചയമായും നമുക്കാദ്യം ഈശോയെ പറഞ്ഞു തന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. നന്ദിയോടെ അവരെ ഓർക്കാം. ഒപ്പം ഈ കാലഘട്ടത്തിൽ അമ്മമാരായിരിക്കുന്നവർ അതിൽ വരുത്തുന്ന വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് കുറച്ചുകൂടെ ഗൗരവത്തോടെ വിശ്വാസ കൈമാറ്റത്തെ ഏറ്റെടുക്കുക. നമുക്ക് ലഭിച്ച വിശ്വാസ പാരമ്പര്യത്തെ
നമ്മുടെ തലമുറകളിലേക്ക് കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കുവാൻ കർത്താവേ ഞങ്ങളുടെ അമ്മമാരെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിൽ വന്നു പോകുന്ന എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുദപിച്ച് കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടാൻ ആഗ്രഹിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണ ചൊരിയണമേ നാഥ, കരുണ ചൊരിയണമേ, 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 കരുണ ചൊരിയണമേ നാഥ, കരുണ ചൊരിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ ഭക്തനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രത്യേകമായി നമ്മുടെ എല്ലാ അമ്മമാരെയും മൺമറഞ്ഞു പോയവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ആരാധനയുടെ ആശീർവാദത്തിന് പ്രത്യേക നിയോഗമായി സമർപ്പിക്കേണ്ടത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിച്ചിട്ടും സുവിശേഷം പഠിപ്പിച്ചും തിരുസഭയുടെ പാഠങ്ങൾ പഠിപ്പിച്ചും വളർത്തിയിട്ടും ഒരു ഘട്ടമെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോയതിൻ്റെ വലിയ വ്യഥയിൽ നൊമ്പരത്തിൽ കഴിയുന്ന അമ്മമാരുടെ കണ്ണീരിനെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ഈശോയേ, ആ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും വെറുതെയായി പോകരുതേ. അവരുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങളെ തിരികെ വിളിക്കട്ടെ. അവർ നടന്നകലുന്ന ഏത് പാപവഴിയിൽ നിന്നും കർത്താവേ, നിന്റെ കുരിശിൻ്റെ സവിധത്തിലേക്ക് അവർ തിരിച്ചു വരുവാൻ നീ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. 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 എൻ പേർക്കായി നീ ക്രൂശിതനാ സ്നേഹവാനാ യേശുവേ. എൻ പേർക്കായി നീ
സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ.